നായകൻ സോഷ്യൽ മീഡിയയിൽ പ്രമുഖനാണ്. അതുപോലെ തന്നെയാണ് നായികയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാ. രണ്ടാളും കൊളാബറേഷൻ സംബന്ധിച്ച് പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു. എന്നാൽ ഇവരുടെ പ്രണയത്തിൽ ഒരു പ്രശ്നം വരികയാണ്. പ്രശ്നം പരിഹരിക്കുവാനായിട്ട് രണ്ടാളും ഒരു ട്രിപ്പ് പോകും. ഒരു റിസോർട്ടിലും സ്റ്റേ ചെയ്യുകയാണ്. ഈ പ്രണയ ജോഡികൾക്കറിയില്ലായിരുന്നു റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ അവരുടെ വിധി എഴുതപ്പെടുമെന്ന്. ഒരു 20-25 അടി ആഴമുള്ള സ്വിമ്മിംഗ് പൂളിൽ അവർ വീണു പോകുന്നു. അപ്പോഴാണ് അവർ അറിയുന്നത് അവരെ രണ്ടാളെയും കൂടാതെ മൂന്നാമതൊരാൾ കൂടി സ്വിമ്മിംഗ് പൂളിലുണ്ടെന്ന്. ആ മൂന്നാമത്തെ ആളിൽ നിന്നും എങ്ങനെയായിരിക്കും അവർ രക്ഷപ്പെടുന്നതെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് 2026-ൽ റിലീസായ സർവൈവൽ ത്രില്ലറായിട്ടുള്ള തൂയാ മെയിൻ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ തന്റെ രണ്ട് ബോയ് ഫ്രണ്ട്സിനൊപ്പം പുഴക്കരയിലിരുന്ന് മദ്യപിക്കുന്ന സുലു എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. മദ്യപിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം സുലു നേരെ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. കൂടെ അവളുടെ ബോയ് ഫ്രണ്ട്സുമുണ്ട്. എന്നിട്ട് അവൾ ഒളിച്ചു കളിക്കുക, മുങ്ങിപ്പൊങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഒരു കൂട്ടുകാരനാണെങ്കിലോ ദേ സുലുവിനെ പിടികൂടി എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു പൊക്കുന്നു. എന്നാൽ കൈ മാത്രമാണ് വരുന്നത്, ഉടലില്ല. അത് കണ്ട് പേടിച്ച് ആ രണ്ട് ബോയ് ഫ്രണ്ട്സും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ആ പുഴ മുഴുവൻ രക്തക്കളമായിട്ട് മാറുകയാണ്. സുലുവിന്റെ തലയും ശരീരഭാഗങ്ങളുമൊക്കെ കഷ്ണം കഷ്ണങ്ങളായിട്ട് പുഴയ്ക്കടിയിലേക്ക് പോകുന്നു. എന്താണ് സംഭവിച്ചെന്നാൽ ആ പുഴയിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മുതലയുണ്ട്. മുതലയാണ് സുലുവിനെ കടിച്ചെടുത്തിരിക്കുന്നതും. അങ്ങനെയാണ് സുലു മരണപ്പെട്ടത്. എന്നാൽ ആ പുഴയുടെ ഒരു ഭാഗം നേരെ ചെന്ന് കണക്റ്റ് ആകുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെയുള്ള വലിയൊരു റിസോർട്ടിന്റെ സ്വിമ്മിംഗ് പൂളിലാണ്. സ്വിമ്മിംഗ് പൂളിലുള്ള ജലമെല്ലാം തുറന്നുവിടുന്നത് പുഴയിലേക്കും. എന്നിട്ട് ഫിൽറ്റർ ചെയ്ത ജലമാണ് വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് നിറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഓവിലൂടെയാണ് വെള്ളം പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് കടക്കുന്നതും. എന്നാൽ ഈ ഒരു കാര്യമൊന്നും അവിടെ വരുന്നവർക്കൊന്നും അറിയത്തേയില്ല. ആ സ്വിമ്മിംഗ് പൂളിന് ഏകദേശം ഒരു 20-25 അടി ആഴമുണ്ട്. എന്നാൽ ആ സ്വിമ്മിംഗ് പൂളിൽ വന്ന് പെട്ടിരിക്കുകയാണ് കഥാനായികയെ ആവനിയും നായകനായ ആദർശം. ആദർശ് പറയുന്നത് നിന്നെ കാരണമാ ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയതെന്ന്. എന്നാൽ നീ രക്ഷപ്പെട്ടൂടെ എന്ന് ആവനി ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും ഹെൽപ്പ് എന്ന് പറഞ്ഞ് വല്ലാതെ കരയുകയാണ്. പക്ഷെ ആരും തന്നെ അവിടെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് എത്തുന്നതേയില്ല. ആവനിയും ആദർശും എങ്ങനെയാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ എത്തിപ്പെട്ടതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ആവണി യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ആദർശം അതുപോലെ തന്നെയാണ്, മോഡലിംഗ് ഒക്കെ ചെയ്യുന്നു. അവനൊരു റാപ്പറും സിംഗറും ഒക്കെയാണ്. എല്ലാവരും അറിയപ്പെടുന്ന രണ്ടുപേരാണ് ആവണിയും ആദർശും. ആദർശിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവരും അറിയപ്പെടുന്ന ഒരു സിംഗറായി മാറണമെന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ പ്രയത്നിക്കുന്നതും. ആവണിക്കും അതുപോലെ തന്നെ തന്റെ പാഷനെ ഫോളോ ചെയ്താണ് ജീവിക്കുന്നത്. ആദർശിനാണെങ്കിലോ അച്ഛനില്ല, അമ്മ മാത്രമാണുള്ളത്. അച്ഛൻ മരണപ്പെട്ടു പോയി. ആദർശിന് അവരുടെ ഏരിയയിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സിനൊപ്പം എപ്പോഴും കറങ്ങി നടന്ന് എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ് ആദർശ്. എന്നാൽ ആവണിക്കാണെങ്കിലോ അച്ഛനും അമ്മയുമില്ല. ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും കൂടിയാണ് ആവണിയുടെ കാര്യമൊക്കെ നോക്കുന്നത്. ആവണിക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി അവളുടെ വിവാഹം നടത്തി വിടണമെന്നാണ് ചേച്ചിക്കും ചേട്ടനും. പക്ഷേ ആവണിക്കാണെങ്കിലോ ഇപ്പോൾ വിവാഹമൊന്നും വേണ്ട. അവളുടെ ആ ഒരു പാഷനെ ഫോളോ ചെയ്ത് ജീവിക്കണം, അതാണ് അവളുടെ ആഗ്രഹവും. വീട്ടുകാർക്കാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കണം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആദർശും അവന്റെ കൂട്ടുകാരും ചേർന്ന് ഒരു മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ഡ്രോൺ പറത്തും. എന്നാൽ ഡ്രോൺ വന്നെത്തിച്ചേരുന്നത് ആ നാട്ടിലെ തന്നെ ഏറ്റവും പണക്കാരുടെ വീട്ടിലേക്കാണ്. സെക്യൂരിറ്റി ആണെങ്കിലോ ഡ്രോൺ പിടിച്ചു വാങ്ങുന്നു. ഡ്രോൺ തരില്ല എന്ന് തന്നെ സെക്യൂരിറ്റി പറയുകയാണ്. ആദർശും കൂട്ടരും വീടിന് മുന്നിൽ വന്ന് വല്ലാതെ പ്രശ്നമുണ്ടാക്കും. സെക്യൂരിറ്റി അവരെ വഴക്ക് പറയുന്നതെല്ലാം കേട്ട് ആ വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ പെൺകുട്ടി മറ്റാരുമല്ല, നമ്മുടെ നായികയെ ആവണിയായിരുന്നു. ആവണിയെ ആദ്യ കാഴ്ചയിൽ കാണുമ്പോൾ തന്നെ ആദർശിന് ഒരുപാട് ഇഷ്ടമാകുന്നു. മാത്രവുമല്ല ആവണിയാണെങ്കിലോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടും അത്യാവശ്യം ഫേമസ് ആണ്, നല്ല ഫോളോവേഴ്സും ഉള്ളത് കൊണ്ട് തന്നെ ആദർശ് പെട്ടെന്ന് അവളെ തിരിച്ചറിയുന്നു. എന്നിട്ട് അവനാണെങ്കിലോ അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായി ശ്രമിക്കുമ്പോൾ സെക്യൂരിറ്റി അതിന് സമ്മതിക്കുന്നതേയില്ല. ആദർശ് ഉടനെ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അവരുടെ ഗേറ്റിൽ ഒരു സിമ്പൽ വരച്ചു കൊടുക്കുന്നു. അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അതാണെന്ന് പറഞ്ഞിട്ടാണ് ആദർശ് അവിടെ നിന്ന് പോകുന്നത്. ആദർശ് പോയ ഉടനെ തന്നെ ആവണിയാണെങ്കിലോ ആ സിമ്പൽ വെച്ചിട്ട് അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കണ്ടെത്തുന്നു. അവനാണെങ്കിലോ ഒരുപാട് ക്രിഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. അതെല്ലാം കാണുന്ന ആവണി ചിരിക്കും. മാത്രമല്ല ആദർശിന് നല്ല കഴിവുണ്ടെന്നും അവന് നല്ല പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും എത്തുമെന്നും ആവണിക്ക് മനസ്സിലായി. കൂട്ടുകാർക്കൊപ്പം ബൈക്കിൽ പോകുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ആ പെൺകുട്ടിയിലെ അവൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, നല്ല ഫോളോവേഴ്സും ഉണ്ട്. അവളെ വെച്ച് വല്ല കൊളാബറേഷനും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ഫേമസ് ആകാമെന്ന് ആദർശ് പറയുന്നുണ്ട്. ആദർശിന് എങ്ങനെയെങ്കിലും ആവണിയെ കൊണ്ട് കൊളാബ് ചെയ്യിക്കണം, അതാണ് അവന്റെ ലക്ഷ്യം.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആദർശിന്റെ ഒരു കോൺസെർട്ട് നടക്കുകയായിരുന്നു. ആ ഒരു കോൺസെർട്ടിൽ പങ്കെടുക്കുവാനായിട്ട് ആവണിയും കൂട്ടരും എത്തുന്നുണ്ട്. ആദർശ് പാടുവാനായി നിൽക്കുന്ന സമയം തന്നെ ആവണിയെ കണ്ടതും അവൻ സ്റ്റക്കായി പോകും. നീ എന്താ സ്റ്റക്കായതെന്ന് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ പാട്ട് പാടുവാനായും ആരംഭിച്ചു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ ആവണിയെ കണ്ടിട്ടാ സ്റ്റക്കായി പോയതെന്നും അവൻ കൂട്ടുകാരോട് പറയുന്നു. അതിനുശേഷം ആദർശ് നേരെ ആവണിക്കടുത്തെത്തിയിട്ട് എന്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല, കേൾക്കാനൊക്കെ കൊള്ളാമെന്നൊക്കെ ആവണി പറയുന്നു. അവൾ പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെ നമുക്ക് കൊളാബ് ചെയ്താലോ എന്ന് ആവണിയോട് ആദർശ് ചോദിക്കും. എന്തിനാ ഇവന്മാരോടൊക്കെ സംസാരിക്കുന്നതെന്ന് കൂട്ടുകാർ പറയുന്നത് കൊണ്ട് തന്നെ അവൾ അവർക്കൊപ്പം കാറിൽ കയറി പോകുന്നു. എന്നാൽ ആദർശം കൂട്ടരും ആവണി പോകുന്ന കാറിനെ ഫോളോ ചെയ്തു വരികയാണ്. ഇവനൊക്കെ ലോക്കൽസാ, ഇവരെയൊന്നും ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കരുതെന്നൊക്കെ ആവണിയോട് കൂട്ടുകാർ പറയുമ്പോൾ അവന് നല്ല കഴിവുണ്ട്, ആരും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാ, ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ നല്ല നിലയിലെത്തും, അവൻ എങ്ങനെയെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്നും ആവണി പറയുന്നു. ബൈക്കിൽ വരുന്ന സമയത്ത് അവൻ ആ ബൈക്കിലിരുന്ന് വിളിച്ചു പറയുന്നുണ്ട് ഒന്ന് കൊളാബ് ചെയ്യുമോ എന്ന്. കാറ് നിർത്തുവാനായി പറഞ്ഞ ആവണി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദർശിനൊപ്പം നിന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അവൾ കാറിൽ കയറി പോവുകയാണ്. ആദർശിനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നാണ് ആവണിയുടെ മനസ്സിൽ. അങ്ങനെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റീച്ച് കിട്ടുകയാണ്. ആദർശിന് ഇനി എപ്പോൾ ആവണിയെ കാണുമെന്ന ചിന്ത, അതുപോലെ തന്നെ ആവണിക്കും ഇനി എപ്പോൾ ആദർശിനെ കാണുമെന്ന ചിന്ത. എന്നാൽ ഒരു ഘട്ടത്തിൽ രണ്ടുപേരും പരസ്പരം കാണുകയാണ്. ആവണിക്കും ആദർശിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. എന്നാൽ ഒരു ദിവസം ആവണിയുടെ വീട്ടിൽ ആകെ പ്രശ്നം. കാരണം എന്തെന്നാൽ രണ്ടുപേരും പ്രണയത്തിലായല്ലോ. അവരുടെ പ്രണയം കൂടി അവസാനമിപ്പോൾ ആവണി പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. ആ ഒരു കാരണം പറഞ്ഞാണ് ആവണിയുടെ വീട്ടിൽ പ്രശ്നം നടക്കുന്നത്. എന്നാൽ ആവണിയാണെങ്കിൽ നേരെ ആദർശിനടുത്തേക്ക് എത്തുന്നു. ആദർശിനോട് ഈ ഒരു വിവരം പറയുമ്പോൾ അവൻ അവന്റെ വീട്ടിലേക്കാണ് ആവണിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ആവണിയെ അന്വേഷിച്ച് അവളുടെ ചേച്ചിയും ചേട്ടനും ഒക്കെ എത്തുന്നുണ്ട്. ആവണിയുടെ ചേച്ചിയും ചേട്ടനും ആദർശിനോട് ചോദിക്കുന്നത് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത നീ അവളെ എങ്ങനെ നോക്കാനാ, അവൾ വീട്ടിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ എന്നുള്ള രീതിയിലൊക്കെ ചേച്ചിയും ചേട്ടനും പറയുമ്പോൾ എന്തായാലും എനിക്ക് അവളെ നോക്കുവാനായിട്ട് കഴിയും, ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണ്ട എന്നാണ് ആദർശ് ചേച്ചിയോടും ചേട്ടനോടും പറയുന്നത്. അവരോട് ദേഷ്യപ്പെടും വിധമാണ് സംസാരിക്കുന്നത്. എന്നാൽ അതേസമയം അവരുടെ ഡ്രൈവറാണെങ്കിലോ ആദർശിനോട് ഒരു കാര്യം പറയുന്നു. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു റാപ്പർ ആകണം, സിംഗർ ആകണമെന്നൊക്കെയല്ലേ. നിനക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിന്റെ ഈ ആഗ്രഹമൊക്കെ നീ എങ്ങനെ നേടും, അതൊന്നും നീ ചിന്തിച്ചു നോക്കെന്നും ഡ്രൈവർ പറയുന്നു. അത്രയും നേരമൊന്നും ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും അവൻ ചിന്തിച്ചിട്ടേയില്ല. എങ്ങനെയെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവൾക്കുണ്ടാകുന്ന കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് മാത്രമായിരുന്നു ആദർശിന്. എന്നാൽ ഡ്രൈവർ ആ ഒരു കാര്യം പറഞ്ഞതിൽ പിന്നെ ഡ്രൈവർ പറയുന്നത് ശരിയാണല്ലോ എന്നും അവൻ ചിന്തിക്കുന്നു. ആവണിക്കടുത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കുഞ്ഞ് വേണ്ട എന്നുള്ള നിലയിലാണ് ആവണിയെ ആദർശ് നോക്കുന്നത്. ആദർശിന് എന്തോ ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആവണി നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ച് ഗോവയിലേക്ക് അവനെയും കൂട്ടി പോവുകയാണ്. പോകുന്ന വഴിയിലെല്ലാം ബൈക്കിലിരുന്ന ആദർശ് ഡ്രൈവർ പറയുന്ന കാര്യമാണ് ചിന്തിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ വണ്ടി പഞ്ചറാകുന്നു. എന്നാൽ അവർക്കടുത്തേക്ക് കുറച്ച് പോലീസുകാരെത്തുകയാണ്. എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ബൈക്ക് പഞ്ചറായ കാര്യം പോലീസുകാർ അറിയുന്നത്. എന്നാൽ പോലീസുകാരാണെങ്കിൽ അന്നേ ദിവസം രാത്രി അവർക്ക് രണ്ടുപേർക്കും സ്റ്റേ ചെയ്യണമല്ലോ, ഒരു സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. സ്കൂബ ഡൈവിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു റിസോർട്ട് പോലുള്ള സ്ഥലത്തേക്കാണ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ അന്നേ ദിവസം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുവാനായി ഇറങ്ങുകയാണ്. സത്യത്തിൽ ആ ഒരു സ്ഥലം റിപ്പയറിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. എന്നാൽ ആരും അറിയാതെയാണ് എല്ലാവരും അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. റിപ്പയർ എല്ലാം കഴിഞ്ഞിട്ടേ ഇനി പ്രാക്ടീസ് ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടേക്കാണ് പോലീസുകാരെത്തിയിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഈ ഒരു സ്ഥലത്തിന്റെ റിപ്പയർ എല്ലാം കഴിഞ്ഞ് ഇവിടെ പ്രാക്ടീസ് മതിയെന്ന്, പിന്നെ എന്തിനാ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തെന്നൊക്കെ ചോദിച്ച് അവരെ വഴക്ക് പറയുന്നുണ്ട്. മാത്രമല്ല ഇവർ രണ്ടുപേരുടെയും ബൈക്ക് പഞ്ചറായിരിക്കുകയാണ്. ഇന്നൊരു ദിവസം ഇവർക്ക് സ്റ്റേ ചെയ്യുവാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കണമെന്നും ആ ഒരു സ്ഥലം നോക്കി നടത്തുന്ന പയ്യനോട് പറയുന്നു. അങ്ങനെ അവർക്ക് റൂമൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. റൂമിലേക്ക് എത്തുന്ന സമയത്തും ആദർശ് വല്ലാത്ത ടെൻഷനിലായിരുന്നു. കുഞ്ഞിന് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ആദർശ് സംസാരിക്കും. പക്ഷേ ആവണി ഇതിന് തയ്യാറായിരുന്നില്ല. ടെൻഷനായിരുന്ന ആവണി പുറത്തേക്കിറങ്ങി സിഗരറ്റ് വലിക്കാൻ ഓർക്കുമ്പോൾ കുഞ്ഞിനെ കുറിച്ച് അവൾ ചിന്തിക്കുന്നു. അതേസമയം അവിടെ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്കാണെങ്കിലോ സംസാരിക്കുവാനൊന്നും കഴിയത്തില്ല. ആവണി എന്തോ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കി എല്ലാം ശരിയാകുമെന്നുള്ള രീതിയിൽ ആവണിയോട് പറയുന്നുണ്ട്. അങ്ങനെ ആവണിയാണെങ്കിൽ ടെൻഷൻ സഹിക്കാനാകാതെ അവിടെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് പൂളിലേക്ക് വരുന്നു. അവളാണെങ്കിലോ
ആര് പറയുന്നതും കേൾക്കാതെ ആ പൂളിലേക്ക് ഇറങ്ങി കിടക്കുകയാണ്. എന്നിട്ട് ഒരു ഹെഡ്ഫോൺ വെച്ച് അതിൽ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അവൾക്കടുത്തേക്ക് ആദർശ് എത്തുന്നുണ്ട്. ആദർശാണെങ്കിലോ ഞാനൊന്ന് ബൈക്ക് റെഡിയാക്കിയിട്ട് വരാമെന്ന് പറയുന്നതെന്നും അവൾ ശ്രദ്ധിക്കുന്നതേയില്ല. ഒന്നാമത്തെ കാര്യം, ആദർശിനോട് അവൾക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. അതേസമയം പൂള് റിപ്പയർ ചെയ്യുവാനായിട്ട് ഒരു പയ്യൻ വരികയാണ്. ആ പയ്യൻ എത്ര തന്നെ ആവണി വിളിച്ചിട്ടും അവൾ കേൾക്കുന്നതേയില്ല. അവൻ റിപ്പയർ ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നിറച്ച് വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇതൊക്കെ ഞാൻ എങ്ങനെ ശരിയാക്കാനെന്ന് അവൻ ചിന്തിച്ചു നിൽക്കുന്നു. അതേ സമയം തന്നെയായിരുന്നു അവൻ വെള്ളത്തിലേക്ക് വീഴുന്നത്. അവന്റെ ശരീരം പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു മാറുകയാണ്. അതെങ്ങനെ സംഭവിച്ചെന്നാൽ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മുതല അവിടേക്ക് വന്നു. ഇതേ മുതലയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതും. അതവനെ കടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടേയില്ല. ആവണിയും പ്രത്യേകം അറിഞ്ഞില്ല. അവന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ എങ്ങനെ എടുക്കാനാ, മരണപ്പെട്ടു പോയില്ലേ. എന്നാൽ അതേസമയം ആവണി ഫുഡ് ഓർഡർ ചെയ്തത് കൊണ്ട് തന്നെ ഫുഡുമായിട്ടൊരു പയ്യൻ വരും. ആ പയ്യനും ആവണിയെ വിളിച്ചിട്ട് അവൾ കേൾക്കുന്നതേയില്ലായിരുന്നു. എന്നാൽ അവൻ ഫുഡും വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതേ മുതല തന്നെ ഇഴഞ്ഞു വന്ന് അവനെ കടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം ആദർശിനെ കാണിക്കുന്നു. ആദർശ് ബൈക്ക് ശരിയാക്കുവാനായിട്ട് ഒരു വർക്ക്ഷോപ്പിലേക്ക് വന്നതാണ്. പക്ഷേ നല്ല മഴ പെയ്തത് കൊണ്ട് തന്നെ ബൈക്ക് ശരിയാക്കി നിൽക്കുന്ന ആദർശിനോട് എത്രയും വേഗം വീട്ടിലേക്ക് പോകുവാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറയുന്നു. എന്നാൽ ആദർശം ബൈക്കും എടുത്ത് നേരെ തങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോകുകയാണ്. അതേസമയം പൂളിൽ കിടക്കുകയായിരുന്നല്ലോ ആവണി. എന്നാൽ ആ മറ്റൊരു പയ്യനില്ലേ റിപ്പയർ ചെയ്യുവാനായിട്ട് വന്ന ആ പയ്യൻ മരണപ്പെടുന്നതിന് മുൻപ് പൂളിലെ വെള്ളമെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ഓൺ ആക്കിയിരുന്നു. ആവണി കണ്ണു തുറക്കുന്ന സമയത്ത് പൂളിലെ വെള്ളമെല്ലാം പോയിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് അറിയാനേ പറ്റുന്നില്ല. ഏകദേശം നല്ല ഉയരമുണ്ട്. അവൾക്ക് എങ്ങനെയായാലും കയറി രക്ഷപ്പെടുവാനൊന്നും കഴിയത്തേയില്ല. അവൾ ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഒരുപാട് ബഹളം വയ്ക്കും. ഫോൺ എടുക്കുവാനായി ശ്രമിക്കുന്ന സമയത്തോ അവളുടെ കയ്യിൽ ഒരു തുണിയുണ്ടായിരുന്നു. അത് വെച്ച് വലിച്ചാണ് എടുക്കുവാനായി നോക്കുന്നത്. എന്നാൽ അത്രയും ഉയരത്തിന് മുകളിൽ നിന്നും ഫോൺ തറയിലേക്ക് വീഴുന്നത് കൊണ്ട് തന്നെ ഫോൺ പൊട്ടി തകരുന്നു. മാത്രമല്ല, അവിടെ ഒരു വലിയൊരു ടേബിൾ കണക്കത്തൊരു സാധനമുണ്ട്. അതും അവളുടെ മേലേക്ക് വന്ന് വീഴുകയാണ്. അതോടുകൂടി ആവണിയുടെ ബോധവും പോകുന്നു. ആദർശ് വന്ന് നോക്കുമ്പോഴോ തന്റെ കാമുകിയെ ആവണിയെ കാണുന്നില്ല. ആവണി അവിടെ മുഴുവൻ അന്വേഷിക്കുന്ന സമയത്താണ് ആ ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് ആവണി കിടക്കുന്നത് ആദർശ് കാണുന്നത്. ഇതിനുള്ളിലെ വെള്ളമെല്ലാം എവിടെ പോയി, ഇത്രയും ആഴമുണ്ടായിരുന്നു എന്നൊക്കെ ആദർശ് ചിന്തിക്കുന്നു. ആദർശാണെങ്കിലോ ആവണി വീണ് കിടക്കുന്നത് നോക്കുമ്പോൾ അവൾക്കടുത്തായിട്ട് ഒരുപാട് ബ്ലഡ് വന്നത് കണ്ട് അവൻ എങ്ങനെയെങ്കിലും ഇറങ്ങി ആവണിയെ രക്ഷിക്കണമെന്ന് തീരുമാനിക്കും. എന്നാൽ ആദർശം സ്ലിപ്പായി സ്വിമ്മിംഗ് പൂളിനുള്ളിലേക്ക് വീഴുകയാണ്. അവന്റെ ബോധവും പോകുന്നു. രണ്ടാൾക്കും കുറേ നേരം കഴിഞ്ഞപ്പോൾ ബോധം വരികയാണ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവർക്ക് രണ്ടാൾക്കും മനസ്സിലാകുന്നതേയില്ല. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുകയാണ് ചെയ്യുന്നത്. നീ കാരണമാ ഇങ്ങനെ ഉണ്ടായത്, നീ കാരണമാ ഞാൻ ഈ ഒരു അവസ്ഥയിൽ വന്നത് എന്നൊക്കെ പറഞ്ഞാണ് അവർ സംസാരിക്കുന്നത്. ഇനി സംസാരിച്ചതിന്റെ കാര്യമില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കണമെന്നും രണ്ടുപേരും തീരുമാനിക്കുന്നു. അതേ സമയത്തായിരുന്നു വെള്ളമെല്ലാം ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഡ്രെയിനേജിന്റെ സംഭവം അവൻ കാണുന്നത്. അതിന്റെ സ്ക്രൂ എല്ലാം ഊരിയിട്ട് അതിനുള്ളിലേക്ക് ഇറങ്ങുന്നു. ഇറങ്ങി നോക്കുന്ന സമയത്തോ അവിടെ നിറയെ വെള്ളമാണ്. പക്ഷേ ആദർശനാണെങ്കിൽ നീന്തുവാനായിട്ടും അറിയത്തേയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ രക്ഷപ്പെടുമെന്നും അവൻ ചിന്തിക്കുന്നു. അവൻ ആവണിയോട് ആ ഒരു കാര്യം പറയുകയാണ്, എനിക്ക് നീന്തുവാനായിട്ട് അറിയില്ല എന്ന്. അത് കാരണം ആവണിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. രണ്ടുപേരും കുറേ നേരം അവിടെ റെസ്റ്റ് എടുക്കുന്നു. അതേ സമയമായിരുന്നു അതേ ഹോള് വഴി ആ ഒരു മുതല വരുന്നത്. മുതലയെ കണ്ടതും രണ്ടാളും പേടിച്ചു പോകുന്നു. ഇതെങ്ങനെയായൊരു മുതല വന്നത്, അപ്പോൾ ഇവിടെ മുതലയുണ്ടായിരുന്നു എന്നൊക്കെ അവർ രണ്ടുപേരും ചിന്തിക്കും. എന്നാൽ പുറത്തേക്ക് വന്ന മുതലയാണെങ്കിലോ ആ ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് തന്നെ റെസ്റ്റ് എടുക്കുകയാണ്. അത് കണ്ട് അവരും ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്നു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. എങ്ങനെ ഫുഡ് കഴിക്കുമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് അവരുടെ ഡോഗിനടുത്തായിട്ട് ഒരു ഫുഡിന്റെ പാക്കറ്റ് ഇരിക്കുന്നത് അവർ കാണുന്നത്. ഉടനെ തന്നെ ഡോഗിനോട് പറഞ്ഞ് അതിനെ എങ്ങനെയൊക്കെയോ ട്രെയിൻ ചെയ്യിച്ച് അവരുടെ ആ ഒരു ഫുഡ് എടുത്ത് താഴേക്ക് ഇടുവാനായിട്ട് നോക്കിക്കുന്നു. എന്നാൽ ഡോഗ് അവർ പറഞ്ഞതുപോലെ അനുസരിച്ച് ഫുഡ് താഴേക്കിടുമ്പോൾ ഫുഡ് വന്ന് വീഴുന്നതോ മുതലയ്ക്കടുത്തായിട്ട്. മുതല അത്രയും നേരം റെസ്റ്റ് എടുത്തതുപോലെ കിടന്നത് സത്യത്തിൽ മുട്ടയിടുവാൻ വേണ്ടിയിട്ടാണ്. മുട്ടയിട്ട് കഴിഞ്ഞതും ഫുഡിന്റെ പാക്കറ്റ് വന്ന് അടുത്ത് വീണതും മുതല വല്ലാതെ വയലന്റ് ആകുന്നു. രണ്ടുപേരെയും കടിച്ച് തിന്നുവാൻ വേണ്ടിയിട്ട് മുതല രണ്ടുപേർക്കും അടുത്തേക്ക് വരികയാണ്. അവരെ എങ്ങനെയൊക്കെയോ മുതലയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അവിടെ ആകെ ഓടുന്നു. ഇനി ആകെ അവർക്ക് രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരേ ഒരു വഴി, അവിടെ ഒരു വലിയ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് പൊട്ടിച്ച് അതിലൂടെ മുകളിലേക്ക് കടക്കുക. അതിനു വേണ്ടിയിട്ട് ആവണിയാണെങ്കിലോ ലൈറ്റ് പൊട്ടിക്കുവാനായി നോക്കും. എന്നാൽ ഒരു ഘട്ടത്തിൽ മുതല അവർക്ക് നേരെ വരുന്നു. ആദർശിനടുത്തേക്ക് മുതല പാഞ്ഞു വരും. ആദർശ് സ്ലിപ്പായി താഴേക്ക് വീഴുകയാണ്. ആവണിയോട് പെട്ടെന്ന് തന്നെ ആ ഒരു ലൈറ്റ് പൊട്ടിക്കുവാനായിട്ടും ആദർശ് പറയുന്നുണ്ട്.
ആവണി ഒരു ഘട്ടത്തിൽ ലൈറ്റ് പൊട്ടിക്കുകയും അവളുടെ കയ്യിൽ നിന്നും ഒരുപാട് ബ്ലഡ് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ആദർശാണെങ്കിൽ മുതലയുമായിട്ട് നന്നായിട്ട് പോരാടുകയാണ്. ഒടുവിൽ ആദർശ് ചിന്തിക്കുന്നത് ഏത് വഴിയാണോ മുതല വന്നത് അതുവഴി തന്നെ മുതലയെ ഇറക്കി വിടണമെന്ന്. അവിടെ കിടന്ന പൊളിഞ്ഞൊരു ടേബിളിലെ ആ ഒരു ടേബിൾ വെച്ച് അവൻ എങ്ങനെയൊക്കെയോ മുതലയെ ആ ഒരു കുഴിക്കുള്ളിലേക്ക് ഇറക്കുവാനായി നോക്കുന്നു. ഒരു ഘട്ടത്തിൽ മുതല സ്ലിപ്പായി അതിനുള്ളിലേക്ക് തന്നെ പോവുകയാണ്. ആദർശം ആവണിയും ആ ഒരു ഡ്രെയിനേജിന്റെ അടപ്പെടുത്തടച്ചിട്ട് അതിന് മുകളിലായിട്ടിരിക്കുന്നു. നന്നായിട്ട് മഴ പെയ്യുവാനായും ആരംഭിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ആവണിയുടെ വീട്ടുകാർക്ക് ആവണിയും ആദർശും ഗോവയിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം അറിയാൻ കഴിഞ്ഞു. അതോടുകൂടി അവരെവിടെ പോയെന്ന് ടെൻഷനായി. ഉടനെ തന്നെ അവർ സ്റ്റേഷനിലെത്തി കംപ്ലൈന്റ് കൊടുക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് മഴ പെയ്തത് കാരണം സ്വിമ്മിംഗ് പൂളിലെ വെള്ളമെല്ലാം നിറഞ്ഞിരിക്കുന്നു. രണ്ടുപേരും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അവരുടെ നായ്ക്കുട്ടി വല്ലാതെ കുരയ്ക്കുന്നത്. അത്രയും നേരം അവരെ നോക്കി കുരച്ചുകൊണ്ടിരിക്കുന്നത് പോലെയല്ലായിരുന്നു, മറ്റൊരു വശത്തേക്ക് നോക്കിയാണ് ആ നായ്ക്കുട്ടി കുരച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും വലിയൊരു മുതല നായ്ക്കുട്ടിയെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. നായ്ക്കുട്ടിയാണെങ്കിലോ മുതലയെ കണ്ട് വെപ്രാളപ്പെട്ട് കുരയ്ക്കുകയാണ്. എങ്ങനെയെങ്കിലും തന്റെ നായ്ക്കുട്ടിയെ രക്ഷിക്കണമെന്നും ആവണിയും ആദർശം തീരുമാനിക്കുന്നു. നായ്ക്കുട്ടിയോട് വെള്ളത്തിലേക്കെടുത്ത് ചാടുവാനായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കാരണം നായ്ക്കുട്ടിക്ക് ചാടുവാനേ കഴിയുന്നില്ല. അവിടേക്ക് എത്തിയ മുതലയാണെങ്കിൽ രണ്ടുപേരുടെയും കൺമുന്നിൽ വെച്ച് നായ്ക്കുട്ടിയെ ഭക്ഷിക്കുക. അത് കാണുന്ന ആവണിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായില്ല. മാത്രവുമല്ല ആ ഒരു മുതലയാണെങ്കിലോ ആവണിയെയും ആദർശിനെയും കണ്ട് വെള്ളത്തിലേക്കും വീഴുന്നു. ഈ ഒരു മുതല വന്നത് മറ്റൊരു വഴിയെ കൂടിയല്ലേ, അതിനെ ഇറക്കി വിട്ടത് ആ ഒരു ഡ്രെയിനേജിന്റെ ഭാഗത്ത് കൂടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വലിയ പൈപ്പിനുള്ളിലൂടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുവാനായിട്ട് വഴി കണ്ടെത്താൻ കഴിയുമെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ആവണിക്ക് മാത്രമേ സ്വിമ്മിംഗ് അറിയൂ, ആദർശിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആവണിയോട് പോയി നോക്കുവാനായിട്ടും ആദർശ് പറയുന്നു. അങ്ങനെ ആവണിയാണെങ്കിലോ ആ വലിയ പൈപ്പിനുള്ളിലൂടെ ഇറങ്ങുകയാണ്. രണ്ട് വഴിയുണ്ട്, അതിലൊരു വഴിയിലൂടെ അവൾ പോകുന്നു. ആ ഒരു വഴിയിലൂടെയാണ് ആ ഒരു മെക്കാനിക്ക് പയ്യൻ ഇറങ്ങിപ്പോയതും അവനെ മുതല കൊന്നുകളഞ്ഞതും. അവിടേക്കാണ് ആവണി എത്തുന്നത്. അവന്റെ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവണി ശ്രദ്ധിക്കുന്നു. ഉടനെ തന്നെ ആവണിയാണെങ്കിൽ ആ ഫോൺ എടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ആ ഒരു കോൾ മൈൻഡ് ചെയ്യുന്നതേയില്ല. ആവണി മറ്റൊരു വഴിയെ കൂടി പോകാനായിട്ടും അവൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലീസുകാരാണെങ്കിലോ വല്ലാതെ ഫോൺ റിങ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ കോൾ എടുത്തുടനെ കോള് കട്ടാകുന്നു. എന്നാൽ ആ ഒരു ഫോൺ നമ്പർ ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ടെക്നീഷ്യന്റേതാണെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. എന്തോ പ്രശ്നമുണ്ടെന്ന് ചിന്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ അവിടേക്ക് എത്തുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച സ്വിമ്മിംഗ് പൂളിൽ കുടുങ്ങിക്കിടക്കുന്ന ആദർശിനെയാണ്. ആദർശം നടന്ന കാര്യങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നു. ആദർശിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് തീരുമാനിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു കയറ് പോലീസ് ജീപ്പിൽ കെട്ടിയതിനു ശേഷം ആ ഒരു കയറിൽ പിടിച്ചു പിടിച്ച് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുവാനായി നോക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് ആ മുതല വരുന്നതും പോലീസ് ഉദ്യോഗസ്ഥനെ മുതല തിന്നുകളയുന്നതും. അത് കണ്ട് ആദർശ് വല്ലാതെ പേടിക്കുന്നു. അതേ സമയമായിരുന്നു പുറത്തേക്ക് കടക്കാനുള്ള വഴി കണ്ടുപിടിച്ച ആവണി എവിടേക്ക് എത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ മുതല കഴിക്കുന്നത് കണ്ട് ആവണി ഷോക്കായി പോവുകയാണ്. അതേ സമയം തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് ജീപ്പിലല്ലായിരുന്നോ കയറ് കെട്ടിയിരുന്നത്. ആ ഒരു പോലീസ് ജീപ്പ് നീങ്ങി നീങ്ങി സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് വീഴുന്നു. രണ്ടാളും ഉടനെ തന്നെ പോലീസ് ജീപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. ജീപ്പിലാണെങ്കിലോ ഒരു ഗണ്ണും ഇരിക്കുന്നുണ്ട്. ആ ഒരു ഗണ്ണ് ആവശ്യം വന്നാൽ ഉപയോഗിക്കാമെന്ന് കരുതി രണ്ടുപേരും എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു രണ്ടുപേരും ജീപ്പിലാണെന്ന് മനസ്സിലാക്കി മുതല അവരെ ആക്രമിക്കുവാനായി വരുന്നതും. അവരെ എങ്ങനെയൊക്കെയോ ജീപ്പിന്റെ ബാക്ക് കണ്ണാടി പൊട്ടിച്ച് മുകളിലേക്ക് കടക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആവണി മുകളിലേക്ക് കടക്കുന്ന സമയത്ത് ആദർശിന്റെ കാലാണെങ്കിൽ ജീപ്പിൽ കുടുങ്ങിപ്പോകുന്നു. ആ ഒരു കാല് മുതലയുടെ വായിൽ പെട്ടു എന്ന് തന്നെ പറയാം. ചെറിയ പരിക്കുകളോടെ ആദർശം എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയാണ്. അതേ സമയം തന്നെയായിരുന്നു വണ്ടിയിൽ നിന്നും ഡീസൽ ചോർന്നതും വണ്ടി പൊട്ടിത്തെറിക്കുന്നതും. രണ്ടാളും വീണ്ടും നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് വീഴുന്നു. അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ മുതല പൊട്ടിത്തെറിച്ച് പോവുകയാണ്. എന്നാൽ അതേ സമയം അവർ മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കുന്നു. ആ ഒരു സ്ഥലത്ത് ഒരു മുതല മാത്രമല്ല ഉണ്ടായിരുന്നത്, രണ്ട് മുതലയുണ്ടെന്ന്. രണ്ടാമത്തെ മുതലയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് മുകളിലൂടെ അവർക്കിനി പോകുവാനായിട്ട് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഡ്രെയിനേജ് വഴി തന്നെ രക്ഷപ്പെടുവാനായിട്ടും ശ്രമിക്കുന്നു. അതിന്റെ ഒരു മൂടി തുറന്നതിന് ശേഷം രണ്ടുപേരും ഉള്ളിലേക്ക് ഇറങ്ങുന്നു. സ്വിമ്മിംഗ് അറിയാത്ത ആദർശിനെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിനക്കൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ധൈര്യം കൊടുത്തതിന് ശേഷമാണ് ആവണി അവനെയും കൂട്ടി അതിനുള്ളിലൂടെ കടക്കുന്നത്. അവളൊരു വഴി കണ്ടുപിടിച്ചല്ലോ, ഡ്രെയിനേജിന് പുറത്തേക്ക് കടക്കുവാനായിട്ടുള്ള ആ ഒരു വഴി. അതിലൂടെയാണ് ആദർശിനെ കൊണ്ട്
കൊണ്ടുവരുന്നത്. അതേ സമയം തന്നെയായിരുന്നു അവരെ ഫോളോ ചെയ്ത് രണ്ടാമത്തെ മുതലയും വരുന്നത്. എന്നാൽ ആദർശിന്റെ കാല് ഡ്രെയിനേജിന്റെ പുറത്തേക്ക് കടക്കുന്ന സമയം തന്നെയായിരുന്നു കുടുങ്ങിപ്പോകുന്നത്. മുതല അവരെ ലക്ഷ്യമാക്കി വരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ശ്വാസം വിടാൻ കഴിയാതെ ആദർശിന്റെ ബോധവും പോവുകയാണ്. ആവണിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തുവാനായി ശ്രമിക്കും. ഒരു ഘട്ടത്തിൽ കുടുങ്ങിപ്പോയ കാല് പുറത്തേക്ക് എടുത്തിട്ട് അവനെയും കൊണ്ട് അവിടെ നിന്ന് നീന്തി പോകുന്നു. എന്നാൽ അവരെ ഭക്ഷിക്കുവാനായി എത്തുന്ന മുതലയും ഡ്രെയിനേജിൽ കുടുങ്ങിപ്പോവുകയാണ്. സ്വിമ്മിംഗ് പൂളിലെ ഡ്രെയിനേജിൽ നിന്നും രക്ഷപ്പെട്ട അവർ നേരെ പൊങ്ങുന്നത് പുഴയിലേക്കാണ്. ഇതേ പുഴയാണ് സിനിമയുടെ തുടക്കത്തിൽ സുലു എന്ന പെൺകുട്ടി മരണപ്പെട്ടു പോയ പുഴയില്ലേ, അവിടെ തന്നെയാണ് അവരും പൊങ്ങിയിരിക്കുന്നത്. എങ്ങനെയൊക്കെയോ ആവണിയാണെങ്കിൽ കഷ്ടപ്പെട്ട് ആദർശിനെ നേരെ കരയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ആദർശിന് ബോധമില്ല. അവൾ എങ്ങനെയൊക്കെയോ അവനെ രക്ഷപ്പെടുത്തുവാനായി ശ്രമിക്കും. എത്ര തന്നെ ശ്രമിച്ചിട്ടും ആദർശിന് ബോധം വരുന്നില്ല. അവൻ മരണപ്പെട്ടു പോയി എന്ന് കരുതി ആദർശിന്റെ നെഞ്ചിൽ കിടന്ന് ആവണി കരയുകയാണ്. പെട്ടെന്ന് തന്നെ ആദർശിന് ബോധം വരുന്നു. അപ്പോഴാണ് ആവണിക്ക് സമാധാനമായത്. ആദർശ് ആവണിയോട് തിരക്കുന്നുണ്ട്, തന്റെ കാലവിടെ തന്നെയുണ്ടോ? ഒന്നും അറിയാൻ കഴിയുന്നില്ല. മുതല വല്ലതും ഭക്ഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ചെറിയ പരിക്കേ ഉള്ളൂ, നിന്റെ കാലം അവിടെ തന്നെയുണ്ട്. മുതലയ്ക്ക് പോലും നിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് ആവണി പറഞ്ഞു ചിരിക്കുന്നു. ആദർശം അത് കേട്ട് ചിരിക്കുകയാണ്. രണ്ടുപേരും കഷ്ടപ്പെട്ട് ഈ ഒരു അപകടനില തരണം ചെയ്തു എന്ന് തന്നെ പറയാം. മരണത്തെ മുഖാമുഖം കണ്ട് രണ്ടുപേരും ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതോടെ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.